ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഗലാത്യലേഖനം 5:1 വായിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ത്യ മഹാരാജ്യം ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം അതിനുണ്ട്. കാരണം അത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അനുസ്മരിപ്പിക്കുന്നു. വർഷങ്ങളായുള്ള ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നാം സ്വതന്ത്രരായി. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം അവനിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അതായത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ന്യായപ്രമാണത്തിൻ്റെ ഭാരമുള്ള അടിമനുഖത്തിന് കീഴിൽ യഹൂദ മതാനുസാരികൾ ഗലാത്യരെ തളയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി വിലയ്ക്കു വാങ്ങിയ സ്വാതന്ത്ര്യത്തിൽ സജീവമായി ജീവിക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രൂശിൽ മരിച്ചത് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകാൻ കഴിയാത്ത ന്യായപ്രമാണ വ്യവസ്ഥകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ്. അങ്ങനെ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കിയാൽ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സ്ഥാനം സജീവമായി നിലനിർത്തുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാപം ആധിപത്യം പുലർത്തുന്ന ഒരു ജീവിത രീതിയിലോ നാം തിരികെ പോകുവാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും നമ്മിലുള്ള പരിശുദ്ധാത്മാവിനാലും നാം സ്വതന്ത്രരാകപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും നാം മോചനം പ്രാപിച്ചിരിക്കുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുവാൻ ആവശ്യമായ സ്വാതന്ത്ര്യം നാം പ്രാപിച്ചിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിൽ നാം ജീവിക്കുമ്പോൾ തന്നെ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നത് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്നാണ്. സ്വാതന്ത്ര്യം എന്നത് ആത്മാവിൽ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നതാണ്, അല്ലാതെ ജഡത്തിൽ നാം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നതല്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവാനും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ ജീവിക്കുവാനും കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.